നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ കാലുകൾ ഇടറി തുടങ്ങിയോ, കസേരയ്ക്ക് ഒരു ചെറിയ ചലനം വെച്ചു തുടങ്ങിയോ എന്നൊരു സംശയം. വാസ്തവത്തിൽ നമ്മുടെ ചരിത്രം അത്തരമൊരു ചിന്തയ്ക്ക് പിന്തുണ നൽകുന്നില്ല. പക്ഷെ ജില്ലാ കമ്മിറ്റികളിലെ വിമർശനം കേൾക്കുമ്പോഴാണ് അങ്ങനെയും ചിന്തിക്കാൻ നമുക്ക് തോന്നിപ്പോകുന്നത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായി. അത് പതിവില്ലാത്തതാണ്. പ്രത്യേകിച്ച് പിണറായി കാലത്ത് പതിവില്ലാത്തതാണ്. പക്ഷേ ഈ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സഖാബ് MV ഗോവിന്ദൻ പത്രലേഖകരോട് സംസാരിച്ചപ്പോ ഈ കൊടുങ്കാറ്റുണ്ടല്ലോ, സമ്മേളനത്തിലുണ്ടായ കൊടുങ്കാറ്റ്, അതൊക്കെ ഈ ചായക്കോപ്പയിലെ ഒരു കൊടുങ്കാറ്റായിട്ട് അദ്ദേഹം അങ്ങ് ഒതുക്കി നിർത്തിയതാണ്. പക്ഷേ തുള്ളിയും തുളുമ്പിയും വീണിടത്തൊക്കെ ചില വാചകങ്ങളിലൊക്കെ ചില സൂചനകളിലൊക്കെ ഈ വലിയ പരാജയത്തിന്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്നും ഒപ്പം തന്നെ പിണറായിയോടുള്ള അനിഷ്ടമാണെന്നും ഒക്കെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നതാണ്. ഒതുക്കി സംസാരിച്ചാൽ മതി എന്ന നിർദ്ദേശം കൊടുത്തിരുന്നതാ. പക്ഷേ പഴയ ഡ്രിൽ മാസ്റ്റർ അല്ലേ, പണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുമ്പം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു പോകാനും, തേശ്ചൽ എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ മാർച്ച് ചെയ്ത് പോകാനും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഡ്രിൽ മാസ്റ്ററാണ്. പക്ഷേ ശകലം കമ്മ്യൂണിസം ഇപ്പോഴും അകത്ത് കിടപ്പുണ്ട്. ഒരു 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 അത്യാവശ്യം ഒരു സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഈ പത്രലേഖകരോട് സംസാരിക്കുമ്പോൾ ചില സത്യങ്ങൾ, ചില നുറുങ്ങ് സത്യങ്ങൾ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ തമസ്കരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സരസ്വതമായ വിശദീകരണം പാർട്ടി പ്രവർത്തകർക്കിടയിലും കേഡർമാർക്കിടയിലും സാധാരണ മനുഷ്യന്മാർക്കിടയിലും വേണ്ടത്ര വിലപ്പോയില്ല എന്ന് കണ്ടപ്പോ സാക്ഷാൽ കൈകാര്യകർത്താവ് തന്നെ രംഗത്തിറങ്ങി. അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു, ഇതൊന്നും ഒരു തിരിച്ചടിയേ അല്ല, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം ഒരു തിരിച്ചടിയല്ല. അത് മാത്രമല്ല, തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഭരണവിരുദ്ധ വികാരമല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞു. ഇനി അതിന്റെ മുകളിൽ മറ്റാരും മറ്റൊരു ചർച്ച കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു സീറ്റ് ജയിച്ചില്ലേ, 20 തോൽക്കും എന്ന് കരുതിയെടുത്ത ഒരു സീറ്റ് ജയിച്ചത് എന്തെങ്കിലും ചെറിയ കാര്യമാണോ? വാസ്തവത്തിൽ UDF തോറ്റത്. അവർക്ക് 2 സീറ്റ് നഷ്ടപ്പെട്ടു. അതാണ് വാസ്തവത്തിൽ തോൽവി. പിന്നെ നമ്മൾ ആലത്തൂർ ജയിച്ചില്ലേ? ആലത്തൂരില് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ആലത്തൂർ ജയിക്കുമായിരുന്നില്ലല്ലോ. പാർട്ടി സെക്രട്ടറിയും തിരുത്തി സാക്ഷാൽ കാരണഭൂതൻ തന്നെ ഭരണവിരുദ്ധ വികാരം തോൽവിയുടെ കാരണമല്ലെന്ന് പറഞ്ഞതോടെ ആ ലൈനിലുള്ള വികാരം ഒന്ന് അമരും എന്ന് കരുതിയതാണ്. പക്ഷേ ഈ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാല് അതിന്റെ തീരുമാനങ്ങൾ താഴെ തട്ടിലേക്ക് ആദ്യം ജില്ലാ കമ്മിറ്റിയിൽ വിശദീകരിക്കുക എന്നൊരു ആചാരമുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ആചാര്യന്മാരാണ് അവിടെ ചെന്ന് ഈ റിപ്പോർട്ടിങ് നടത്തുന്നത്. ഇത്തവണ ജില്ലകളിൽ റിപ്പോർട്ടിങ് 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന മറുപടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ വിമർശനമുണ്ടല്ലോ, ജില്ലാ നേതാക്കളുടെ വക പരാതികളുടെ പ്രളയമുണ്ടല്ലോ, ഇത് കാണുമ്പോൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ടർമാര് തലയിൽ കൊമ്പിട്ട് ഇരിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ലാതെ വന്നിരിക്കുകയാണ്. ഈ CPM-ന്റെ കമ്മിറ്റികളിലൊക്കെ ആദ്യം സാർവദേശീയം പറയും, പിന്നെ ദേശീയം പറയും, പിന്നെ സംസ്ഥാനം പറയും, പിന്നെ ജില്ല. ആ ലെവലിലാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ചർച്ചകളുടെ പോക്ക്, അല്ലെങ്കിൽ വിശദീകരണത്തിന്റെ പോക്ക്, അതേ ചൊല്ലിയുള്ള ചർച്ചകളുടെ പോക്ക്. പക്ഷെ ഇവിടെ പതിവിന് വിരുദ്ധമായിട്ട് മൈക്കുകാരനും വരെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു പാർട്ടിയുടെ ഒരു വലിയ പരാജയം, തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ ആഘാതം ചർച്ച ചെയ്യുമ്പോൾ മൈക്കുകാരൻ. കണ്ണൂരിൽ ഒരു സഖാവ് ചോദിക്കുക, കണ്ണൂർ എന്ന് പറഞ്ഞാല് പിണറായിയുടെ ജില്ലയാണ്, കേരളത്തിലെ ഏറ്റവും ശക്തമായ CPM കോട്ടയാണ്. അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഒരു സഖാവ് ചോദിക്കുക, നമ്മുടെ മുഖ്യമന്ത്രി മൈക്കുകാരനോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോകുന്നേ? എന്തിനാണ് മൈക്കിനോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്? കണ്ണൂര് മറ്റൊരു സഖാവ് പറയുന്നു, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് പരാതി ഉണ്ടപ്പോൾ, നിയമസഭയിലും പുറത്തും പരാതി വന്നപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വിശദീകരിച്ചില്ല? എന്തുകൊണ്ട് മൗനം പാലിച്ചു? കോടിയേരി സഖാവ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പം ഇത്തരത്തിൽ ചില ഗുണ്ടാവണ്ടികൾ ഉണ്ടായത്. അന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അദ്ദേഹം മക്കളെ തള്ളി പറഞ്ഞു, മക്കളുടെ കാര്യം മക്കൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. വിവാദം കെട്ടടങ്ങുകയും ചെയ്തു. ഇവിടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകൾക്കെതിരായി ആരോപണങ്ങൾ വന്നപ്പോൾ നിശബ്ദത പാലിച്ചു? എറണാകുളത്തെ ഒരു സഖാവ് ഈ പറഞ്ഞത്, അത് പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി
ആ യോഗത്തിൽ ഇല്ലാതിരുന്നത് അതിയാന്റെ ഭാഗ്യം. അല്ലെങ്കിൽ അങ്ങേരുടെ സഖാവിന്റെ പാർട്ടി പ്രവർത്തനത്തിന് അന്ന് ഒരു റീത്ത് വെക്കേണ്ടി വന്നേനെ. പത്തനംതിട്ടയിലെ സഖാക്കൾക്ക് പരിദേവനം വേറെയാ. ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചയില് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാര് ജില്ലാ നേതാക്കളെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയിലെ മന്ത്രിയുടെ ഓഫീസിലെ അനുഭവമാവാം അവർ പറഞ്ഞത്. അവിടെ ചെന്നപ്പോ വേണ്ടത്ര പരിഗണനയൊന്നും കിട്ടിക്കാണത്തില്ല. പാവത്തങ്ങള് അവരുണ്ടോ അറിയുന്നു. ഈ കേരള സെക്രട്ടേറിയറ്റില് മന്ത്രിമാരെ കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത, മന്ത്രിമാരെ കാര്യമാക്കാത്ത, മന്ത്രിമാര് പറയുന്നത് ചെവിക്കൊള്ളാത്ത പല പല പ്രൈവറ്റ് സെക്രട്ടറിമാരും വാണരുളുന്നുണ്ട് എന്ന് അവർക്കറിയില്ലല്ലോ. ഈ പിണറായിയുടെ ശൈലി മാറ്റണം എന്നൊക്കെ ജില്ലാതല സഖാക്കൾ പറയുമ്പോൾ അതിനർത്ഥം പിണറായി തന്നെ മാറണമെന്നാണ്. പിണറായി മാറുകയില്ലെന്ന് അവർക്കെല്ലാം നന്നായിട്ടറിയാം. അപ്പോ ശൈലി മാറണം എന്ന് പറയുന്നു. അത് മാറ്റാൻ പാർട്ടി അങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ വിമർശന വിധേയമായ ശൈലിയുടെ ഉടമ തന്നെ മാറേണ്ടി വരും. അതാണ് ഈ ജില്ലാ കമ്മിറ്റിയിലെ പാവപ്പെട്ട സഖാക്കള് ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അങ്ങ് പള്ളിമടയിൽ പോയി പറഞ്ഞാൽ മതി. ഇതുകൊണ്ടൊന്നും നമ്മളാരും മാറാനോ കസേര മാറ്റാനോ ശൈലി മാറ്റാനോ പോകുന്നില്ല. എം.വി. ഗോവിന്ദനല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല, ഈ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കമ്മിറ്റി പറഞ്ഞാലും നമ്മുടെ ശൈലിയിൽ മാറ്റം വരുത്തുന്ന യാതൊരു പ്രശ്നവുമില്ല. ഈ കണ്ണൂർ സഖാക്കൾ വരെ വിമർശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ചില സംശയങ്ങളൊക്കെ ഉണ്ടായത്. കസേര അനങ്ങുന്നുണ്ടോ, ചലിക്കുന്നുണ്ടോ എന്നൊക്കെ. കണ്ണൂരെ സഖാക്കൾ മറ്റൊന്നാണ്. എതിരാളികളെ കൊല്ലാനും വെട്ടാനും ജയിലിൽ പോകാനും ഒക്കെ തയ്യാറുള്ളവരാ. കൃത്യമായിട്ട് ബോംബ് നിർമ്മാണ ഫാക്ടറികൾ നടത്തുന്ന ആളുകളാണ്. ഇവരൊക്കെ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന സഖാക്കളാണ്. അവർ പോലും പിണറായി സഖാവിന്റെ ശൈലി മാറ്റണം എന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിരിക്കുന്ന ഈ കസേരയുണ്ടല്ലോ, അത് സാക്ഷാൽ ടാറ്റയുടെ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതാ. അല്ലാതെ നമ്മുടെ ഈ ലോക്കൽ പരസ്യങ്ങളിൽ വരുന്ന ഈ ലോക്കൽ കമ്പി കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല. അതൊക്കെ നമ്മുടെ ഈ സഖാക്കള് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ശൈലി മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റുകയില്ല എന്നതിന്റെ ഒരു ഒന്നാം തരം ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഈ കഴിഞ്ഞ ദിവസം 22-ാം തീയതി കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തിന് സാഹിത്യ നഗരം എന്ന് പറയുന്ന ഒരു പുരസ്കാരം ലഭിച്ചു. അത് യുനെസ്കോ നൽകുന്ന ഒരു വലിയ അംഗീകാരമാണ്. ആ അംഗീകാരത്തിന്റെ പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരുന്നത് നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം സമ്മതിച്ചിരുന്നതുമാണ്. അന്ന് NGO സമ്മേളനം അവിടെ നടക്കുന്നു, അതിനോടൊപ്പം ഈ ചടങ്ങിലും പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോഴല്ലേ ഒരു തൊന്തരവ് പറയുന്നത്. ഇതില് നമ്മുടെ MT വാസുദേവൻ നായർ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ സാധാരണ പാർട്ടി സാഹിത്യകാരനല്ല, സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ആളാണ്. അഭിപ്രായം പറയുകയും ചെയ്യും. സർക്കാരിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുമല്ല. അദ്ദേഹം 4-5 മാസങ്ങൾക്ക് മുമ്പ് ജനുവരിയില് കോഴിക്കോട് തന്നെ നടന്ന ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ഏകാധിപത്യം ശരിയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യം ശരിയല്ലെന്ന് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഒരു വലിയ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങില് നമ്മൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് മാത്രമല്ല, അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ പുരസ്കാരം, സമ്മാനം കൂടെ കൊടുക്കുകയും വേണം. അതിനൊന്നും നമ്മളെ കിട്ടത്തില്ല. ഈ നോബൽ സമ്മാനം കിട്ടിയ ആളാണെന്ന് പറഞ്ഞാൽ അതിന് പിണറായി വിജയനെ കിട്ടത്തില്ല. അത് യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഏകാധിപത്യത്തെ കുറിച്ച്. ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞാലോ, അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇക്കാര്യം. അതായത് ഈ ഏകാധിപത്യ പ്രവണതകളുമായി മുന്നോട്ട് പോയാൽ അവസാനം തോറ്റു തൊപ്പിയിടുമെന്ന് അന്നേ പറഞ്ഞതല്ലേ എന്ന് മറ്റോ MT പറഞ്ഞാൽ, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പരിപാടി റദ്ദാക്കി തൃശ്ശൂരിൽ വന്ന് രാമനിലയത്തിൽ കിടന്ന് തിരുവനന്തപുരത്തേക്ക് പോരുകയും ചെയ്തു. ഈ തിരക്കിനൊക്കെ ഇടയ്ക്കും അദ്ദേഹം ഈ ലീഗിൽ ചില മാറ്റങ്ങൾ, മുസ്ലിം ലീഗിലെ ചില മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് കൂലങ്കഷമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ ലീഗിന്റെ മുഖത്ത് ചില മറ്റ് പരിചിത മുഖങ്ങളെ കണ്ടു എന്നൊരു സംശയം. ജമാഅത്തെ ഇസ്ലാമി, SDPI മുതലായ പാർട്ടികൾ
കൂടെ നടന്നവരാ, തോഴന്മാരായിരുന്നു. അവരുടെ ഒരു ലാഞ്ചന, ഒരു ഛായ ഈ ലീഗിന്റെ മുഖത്ത് കണ്ടോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ലീഗിന് മുഖം നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ചു നോക്കണം, ഇവിടെ തോറ്റ് പാതാളക്കുഴി കിടക്കുക. ഒറ്റ സീറ്റാണ് കിട്ടിയത്. സ്വന്തം പാർട്ടിയുടെ മുഖം അത് ചുക്കിച്ചുളിഞ്ഞ് താടിയും ജടയും വളർന്ന് അത് മുഖമാണോ പൃഷ്ഠമാണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം പ്രതിപക്ഷ കക്ഷിയായ ലീഗിന്റെ മുഖത്ത് എന്തോ ഒരു മിനുപ്പ് അല്പം കുറഞ്ഞോ എന്നൊരു സംശയം. അവിടെ മിനുക്കം കൂടിയിരിക്കുക. മലപ്പുറത്തും പൊന്നാനിയിലും ET മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും ഒക്കെ ചരിത്രത്തിലില്ലാത്ത റെക്കോർഡ് ഭൂരിപക്ഷം നേടി ജയിച്ചു നിൽക്കുക. ഇവിടെ CPM ഒറ്റ സീറ്റ് ഒതുങ്ങിപ്പോയപ്പോ അവരുടെ 2 സീറ്റിൽ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം, കേരളത്തിലെ തന്നെ വലിയ ഭൂരിപക്ഷങ്ങൾ നേടി വിജയിച്ചു നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു സംശയം. ലീഗിന്റെ മുഖത്ത് ചെറിയൊരു വാട്ടം കാണുന്നു. മുഖം നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ലീഗ് നോക്കിക്കോളും സഖാവേ. അത് സലാമിക്ക പറഞ്ഞല്ലോ, സലാമിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കരിമിക്ക എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാനൊരു പ്രാസത്തിലൊക്കെ പറഞ്ഞെന്നുള്ളൂ. സലാമിക്ക അതൊക്കെ നോക്കിക്കോളും. നമ്മുടെ പ്രതിപക്ഷം ഇതൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുക. അവരുടെ പേടി ഈ വിമർശനങ്ങളും തിരുത്തലിന് വേണ്ടിയുള്ള അതിശക്തമായ വാദവുമൊക്കെ കാണുമ്പോൾ CPM എങ്ങാൻ പിണറായി വിജയനെ മാറ്റി മറ്റാരെയെങ്കിലും മുഖ്യമന്ത്രി ആക്കുമോ എന്നാണ് അവരുടെ പേടി. അവരുടെ ആഗ്രഹം ബാക്കി 2 വർഷവും സഖാവ് പിണറായി വിജയൻ തന്നെ കാര്യക്കാരനായി നിൽക്കണമെന്ന. അദ്ദേഹം മാറരുതെന്ന. അദ്ദേഹം മാറി നല്ലൊരു മുഖ്യമന്ത്രി വന്നാൽ ഇപ്പോഴത്തെ ഈ രീതികളുണ്ടല്ലോ, മൈക്കിനോട് വരെ ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്നത്തെ രീതി ഒന്ന് മാറ്റി പിടിച്ചാൽ 2 കൊല്ലമുണ്ട് ഇനി അവർക്കൊരു തിരിച്ചു വരവിന് നല്ല സാധ്യതയുണ്ട്. അതിന് പിണറായി സമ്മതിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെങ്ങാണ് സംഭവിച്ചാലോ എന്നുള്ളൊരു പേടിയിലാണ് കെ സുധാകരനും VD സതീശനും KC വേണുഗോപാലും ഒക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സർവ്വ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഈശ്വര, ജഗതീശ്വര, ശ്രീ പിണറായി വിജയനെ, സഖാവ് പിണറായി വിജയനെ ഈ ടേം മുഴുവൻ മുഖ്യമന്ത്രി ആയിരിക്കാൻ സഹായിക്കണേ എന്നാണ്.